ജുവലറിയുടെ സാരഥി. പർവീൻ ഹഫീസ്. സൺറൈസ് ഗ്രൂപ്പ് ഓഫ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസിനെ മികവിൻ്റെ പടവിലേക്ക് കൈപിടിച്ചുയർത്തുന്ന മാനേജിംഗ് ഡയറക്ടർ. ജീന ഫെർണാണ്ടസ്. ടൂർ ഓപ്പറേഷനിൽ 22 വർഷത്തെ അനുഭവ സമ്പത്തുള്ള ഡെസ്റ്റിനേഷൻ ഹോളിഡേയ്സ് സിഇഒ. ബീന കണ്ണൻ. മലയാളിയുടെ മാറുന്ന വസ്ത്രസങ്കല്പങ്ങളുടെ ഊടും പാവും നെയ്ത് പട്ടിൻ്റെ പകിട്ടറിയിച്ച ഷീമാട്ടിയുടെ സാരഥി. ഷീല കൊച്ചൗസിപ്പ് ചിറ്റിലപ്പള്ളി. വി സ്റ്റാർ ക്രിയേഷൻസ് എന്ന വസ്ത്രനിർമ്മാണ സ്ഥാപനത്തെ ദക്ഷിണേന്ത്യൻ വിപണിയിൽ ഒന്നാമതെത്തിച്ച ഷീല കൊച്ചൗസിപ്പ് ചിറ്റിലപ്പള്ളി. അർച്ചന കൃഷ്ണകുമാർ. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് അഡ്വർടൈസിംഗ് രംഗത്തെ സീക്വൻസ് എന്ന സ്ഥാപനത്തിൻ്റെ വളർച്ചയിൽ നിർണായക പങ്കുവഹിക്കുന്ന ഗ്രൂപ്പ് ഡയറക്ടർ. ബി സന്ധ്യ IPS. കോട്ടയം ജില്ലയിലെ പാലായിൽ ജനിച്ച് ഉന്നത പോലീസ് പദവിയിലേക്ക് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥ. അനുപമമായ സർവീസ് കാലയളവിൽ ബി സന്ധ്യയെ തേടിയെത്തിയ പദവികളും പുരസ്കാരങ്ങളും നിരവധി. സാറ ജോസഫ്. വനിതകളുടെ അവകാശ സമര പോരാട്ടങ്ങളിൽ മുൻപന്തിയിലുള്ള സാഹിത്യകാരി. എണ്ണിത്തിട്ടപ്പെടുത്താനാകാത്ത നേട്ടങ്ങൾക്കുടമ. ഉമാ മഹേഷ്. പ്രമുഖ പരസ്യ ഏജൻസിയായ ദൃശ്യ കമ്മ്യൂണിക്കേഷൻസിൻ്റെ സാരഥി. ദൃശ്യയെ മുൻപന്തിയിലേക്ക് നയിക്കുന്ന ഉമയെ തേടിയെത്തിയത് നിരവധി അംഗീകാരങ്ങൾ. അശ്വതി രഞ്ജിത്ത്. മോഡൽ, മേക്ക് ഓവർ സ്പെഷ്യലിസ്റ്റ്, സൂംബ ട്രെയിനർ, ഡാൻസ് കൊറിയോഗ്രാഫർ, എണ്ണം പറഞ്ഞ വിശേഷണങ്ങൾക്കുടമ. മോഡലിംഗ്, ഫാഷൻ രംഗങ്ങളിൽ നിരവധി നേട്ടങ്ങൾ. DIG അജിത ബീഗം സുൽത്താൻ. സ്ത്രീകൾക്ക് സ്വയം പ്രതിരോധത്തിൻ്റെ വഴികൾ പകർന്നു നൽകാനുള്ള പദ്ധതിക്ക് തുടക്കം കുറിച്ച പോലീസ് ഉദ്യോഗസ്ഥ. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ പോലീസ് മെഡൽ ജേതാവ്. ജി പൂങ്കുഴലി IPS. കേരളത്തിൻ്റെ തീരം കാക്കുന്ന കോസ്റ്റൽ അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ജനറൽ. ഇതുവരെയുള്ള സർവീസ് കാലയളവിൽ തെളിയിച്ചത് നിരവധി പ്രമാദമായ കേസുകൾ. സൗബിനി ജെയിൻ. അപ്രതീക്ഷിതമായി രാഷ്ട്രീയത്തിലേക്കെത്തി കൊച്ചി എന്ന മഹാനഗരത്തിൻ്റെ മേയറായി മാറിയ വനിതാ രത്നം. മികച്ച മേയർ ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ. ഡോക്ടർ നൌഷിൻ അബ്ദുൾ മജീദ്. വന്ധ്യതാ നിവാരണ ചികിത്സയിൽ ലോകശ്രദ്ധ നേടിയ ക്രാഫ്റ്റ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെൻ്ററിൻ്റെ ഡയറക്ടറും സീനിയർ കൺസൾട്ടൻറ്റും. കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ആയിരങ്ങളുടെ ആശ്വാസ കേന്ദ്രമാണ് ഡോക്ടർ നൌഷിൻ. രമാശ്രീ S. കുമാർ. കോവളം ബീച്ചിന് സമീപത്തെ സീഫേസ് എന്ന 3 സ്റ്റാർ ഹോട്ടലിൻ്റെ ഉടമ. ടൂറിസ്റ്റുകളുടെ ഇഷ്ടതാമസ സ്ഥലമാക്കി സീഫേസിനെ മാറ്റിയതിന് പിന്നിൽ രമാശ്രീകുമാറിൻ്റെ നിശ്ചയദാർഢ്യമുണ്ട്. ബെസി ലാലൻ. സാമൂഹിക വിപത്തുകൾക്കെതിരെ സാഹിത്യ രചനകളിലൂടെ പ്രതികരിക്കുന്ന റിട്ടയർഡ് അധ്യാപിക. എഴുത്തുവഴികളിൽ നിരവധി അംഗീകാരങ്ങളും തേടിയെത്തി. ഐശ്വര്യ ജയകുമാർ. പവർജീൻ സോളാർ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഡയറക്ടർ. ഡോക്ടറിൽ നിന്ന് ബിസിനസ്സിലേക്കുള്ള പരിവർത്തനം മിന്നും വിജയമാക്കിയ സംരംഭക. പ്രൊഫസർ ഡോക്ടർ മീര പ്രശാന്ത്. ഹിറ്റ് സിനിമകളിലെ നായക വില്ലൻ ചിരികളെ സൂപ്പർ ഹിറ്റാക്കിയ സെലിബ്രിറ്റി ഡെന്റിസ്റ്റ്. ഡോക്ടർ മീര സ്മൈൽ ഡെന്റൽ കെയറിൻ്റെ സ്ഥാപക. അഡ്വക്കേറ്റ് ദീപ. അഭിഭാഷക വൃത്തിയിൽ നിന്ന് വസ്ത്രവ്യാപാര രംഗത്തേക്ക് ചുവടുമാറ്റിയ സംരംഭക. മാറുന്ന ട്രെൻഡിനനുസരിച്ച് വസ്ത്രങ്ങളൊരുക്കി കുതിപ്പ് തുടരുന്ന ദീപാലി എന്ന സ്ഥാപനത്തിൻ്റെ സ്ഥാപക. ഡോക്ടർ കലാബേബി തോട്ടം. നേത്ര ചികിത്സാ രംഗത്ത് 4 നൂറ്റാണ്ടിൻ്റെ അനുഭവ സമ്പത്തുള്ള ഡോക്ടർ കലാബേബി തോട്ടം കാഴ്ചയുടെ ലോകത്തേക്ക് കൈപ്പിടിച്ച് നടത്തിയത് 4 ലക്ഷത്തിലേറെ പേരെ. ഡോക്ടർ M. ബീന. കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രാലയത്തിന് കീഴിലെ ഹാൻഡ്ലൂംസ് കമ്മീഷണർ. മികച്ച നേതൃപാഠവുമുള്ള കരുത്തുറ്റ വനിത. കവിയൂർ പൊന്നമ്മ. മലയാള സിനിമയുടെ അമ്മമനം. 350-ലേറെ സിനിമകളിൽ വേഷമിട്ട കവിയൂർ പൊന്നമ്മയെ തേടിയെത്തിയ അംഗീകാരങ്ങൾ നിരവധി. മായാദേവി. വയോജന സംരക്ഷണം ജീവിതചര്യയാക്കി മാറ്റി സഹജീവികളുടെ സന്തോഷത്തിനായി നിലകൊള്ളുന്ന വ്യക്തിത്വം. അഡ്വക്കേറ്റ് സുമതി ദണ്ഡപാണി. ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷക. അഡ്വക്കേറ്റ് ജനറൽ പദവി വരെ വഹിച്ചിരുന്ന അഡ്വക്കേറ്റ് KP ദണ്ഡപാണിയുടെ പ്രിയ പത്നി. രേഖ മേനോൻ. കൊച്ചി കേന്ദ്രമായ അരുൺ അസോസിയേറ്റ്സ് എന്ന അക്കൗണ്ടിംഗ് ആൻഡ് ടാക്സേഷൻ കൺസൾട്ടൻസിയുടെ പ്രൊപ്പറേറ്റർ. ലക്ഷ്മി മോഹൻ. എംപ്ലാസ്റ്റ് PVC ഉൽപ്പന്നങ്ങളുടെ നിർമ്മാതാക്കളായ ശ്രീലക്ഷ്മി പോളിമേഴ്സിൻ്റെ അമരക്കാരി. സിമി ഷൈൻപോൾ. റൂഫിംഗ് ഷീറ്റ് വ്യവസായ രംഗത്തെ വിരലിലെണ്ണാവുന്ന വനിതകളിൽ ഒരാളാണ് സിമി ഷൈൻപോൾ. മീഡിയ, പരസ്യം, ബ്രാൻഡിംഗ്, ഇവന്റ് മേഖലകളിലും ശ്രദ്ധേയരായ പോൾമാൻ ഗ്രൂപ്പിൻ്റെ ഡയറക്ടറാണ്. അഞ്ജു വിജയൻ. പരസ്യകലയുടെ സമസ്ത മേഖലകളിലേക്കും പടർന്നു പന്തലിച്ച മീഡിയ ലാബിൻ്റെ സ്ഥാപക ഡയറക്ടർ. ഡോക്ടർ നീനു റോസ്. ഏറ്റെടുത്ത ചുമതലകളിലെല്ലാം വ്യക്തിമുദ്ര പതിപ്പിച്ച ആലുവ സെയിൻറ്റ് സേവിയേഴ്സ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ. MP പൊന്നമ്മ. നിർധന കുടുംബത്തിൽ ജനിച്ച് കഠിനാധ്വാനവും ദൃഢനിശ്ചയവും കൈമുതലാക്കി ജോയിന്റ് RTO പദവി വരെ കരസ്ഥമാക്കിയ വനിത. ദിവ്യ തോമസ്. പാഴ്ക്കടലാസിൽ നിന്ന് പരിസ്ഥിതി സൗഹൃദ ഉൽപ്പന്നങ്ങളൊരുക്കി വിപണിയിലെത്തിച്ച് വിജയം കണ്ട കൊച്ചിക്കാരി. ലീന OB. ആലുവ സ്റ്റാൻഡേർഡ് പോട്ടറി വർക്ക്സ് ഹൈസ്കൂളിലെ പ്രധാന അധ്യാപിക. ആൻ ചെറിയാൻ.
വ്യോമയാന, വിനോദസഞ്ചാര മേഖലകളിലെ തൊഴിൽ സാധ്യതകൾ കേരളത്തിലെ യുവതീ യുവാക്കൾക്ക് പരിചയപ്പെടുത്തുന്ന ഗൈഡേഴ്സ് എഡ്യൂക്കേഷൻ മാനേജിംഗ് ഡയറക്ടർ. നീന ശശി, നോർത്ത് പറവൂരിലെ മോഡേൺ ഡയഗ്നോസ്റ്റിക് സെന്റർ മാനേജിംഗ് ഡയറക്ടർ, റോട്ടറി ക്ലബ് അംഗമെന്ന നിലയിലും ശ്രദ്ധേയ. ഷാലി വിനയൻ, രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നിറസാന്നിധ്യം, ശ്രീനാരായണ പ്രസ്ഥാനങ്ങളിലെ മുൻനിര പ്രവർത്തക. ലിസി സോണി, ഇടപ്പള്ളി സഹദ ഡ്രൈവിംഗ് സ്കൂൾ ഉടമയും പരിശീലകയും. രൂപ NS, 11 വർഷം മുൻപ് തുടങ്ങിയ രൂപാസ് വാത്സല്യം എന്ന പ്രീ സ്കൂളിൻ്റെ സ്ഥാപക. പ്രശസ്ത മാധ്യമ പ്രവർത്തകനായിരുന്ന NN സത്യവ്രതൻ്റെ മകളാണ്. രേഷ്മ ഫിറോസ്, അന്താരാഷ്ട്ര നിലവാരമുള്ള പ്രീ സ്കൂൾ സംരംഭമായ കങ്കാരൂസ് കിഡ്സിൻ്റെ പുല്ലേപ്പടിയിലെ ഫ്രാഞ്ചൈസിയുടെ സ്ഥാപക. മൈൽ സ്റ്റോൺ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ. CV സജിനി, കേരളത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച സംരംഭക. വോക്കൽ ഫോർ ലോക്കൽ എന്ന സന്നദ്ധ സംഘടനയുടെ സ്ഥാപക. ബിന്ദു രാഘവൻ, വിദേശത്തടക്കം വർഷങ്ങളുടെ അനുഭവസമ്പത്തുള്ള പള്ളുരുത്തി SDPY LP സ്കൂൾ പ്രധാനാധ്യാപിക. ഗീത PC, 33 വർഷക്കാലം ആതുര സേവന മേഖലയിൽ പ്രവർത്തനം. എറണാകുളം നഴ്സിംഗ് സ്കൂൾ പ്രിൻസിപ്പലായി വിരമിച്ചിട്ട് നാളുകൾ മാത്രം. ഡോക്ടർ സിന്ധു രവി, വൻകിട കമ്പനികളുടെ അടക്കം മാൻപവർ രംഗത്ത് ഹെഡ് ഹണ്ടിങ്ങിലൂടെ അനുയോജ്യരായവരെ കണ്ടെത്തുന്ന എക്സ്കാലിബർ കൺസൾട്ടൻസി സ്ഥാപക. ഡോക്ടർ ശോഭ സൈറസ്, കുസാറ്റ് സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പൽ, 17 വർഷത്തിലേറെയായി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിലെ അധ്യാപിക. മ്യൂസ് മേരി, ഗണിത ലോകത്ത് നിന്ന് വഴിമാറി സഞ്ചരിച്ച് മലയാള സാഹിത്യ ലോകത്തെത്തിയ കവയത്രി, ആലുവ UC കോളേജിലെ മുൻ അധ്യാപിക. MT ലത, വർഷങ്ങൾ നീണ്ട അധ്യാപന ജീവിതത്തിന് ശേഷം ജൈവകൃഷിയിൽ വിജയം കണ്ടെത്തിയ വനിത. ഡോക്ടർ സെറീന ജാസ്മിൻ, അക്യുപഞ്ചർ ചികിത്സയിലൂടെ ഒട്ടനവധി പേരെ അവിശ്വസനീയമായ രോഗശമനത്തിലേക്ക് നയിക്കുന്ന ലക്ഷദ്വീപുകാരി. അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ, BDJS സംസ്ഥാന വൈസ് പ്രസിഡന്റ്, SNDP യോഗം കേന്ദ്രസമിതി സെക്രട്ടറി എന്നീ നിലകളിൽ സാമൂഹ്യ പ്രവർത്തന രംഗത്തെ സജീവ സാന്നിധ്യം. ആശ സുരേഷ്, ഇന്റീരിയർ ഡിസൈനിംഗ് രംഗത്ത്